ഇതിനെ എതിർക്കേണ്ടത്. അതല്ല അയാൾക്കല്ലേ ധാർമ്മിക അവകാശമുള്ളത്. ഇതിപ്പോൾ നമ്മളെന്താ കാണുന്നത്, ഇയാളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി, ഭാര്യ ഒരു കുഴപ്പമുണ്ടാക്കി. അപ്പോൾ അയാളെ ചീത്ത വിളിക്കാൻ വരുന്ന ആളാണെന്നറിയോ, 3 ബലാത്സംഗ കേസിൽപ്പെട്ട പ്രതിയായ ഒരാൾ. 3 ബലാത്സംഗ കേസ്. അത് എമ്മാതിരി ബലാത്സംഗ കേസാണ്. അവരുടെ മൊഴികളൊക്കെ വന്നതാണല്ലോ. അതായത് തല്ലി, ഇടിച്ചു, മുറിവേൽപ്പിച്ചു, തുപ്പി, ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യർ ചെയ്തു എന്ന് സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്തൊരു കാര്യം ചെയ്ത അങ്ങേയറ്റം അങ്ങേയറ്റം കുഴപ്പക്കാരനായിട്ടുള്ള ഒരു ചങ്ങാതി വന്നിട്ട് പറയാണ് ഇങ്ങനെ ഇയാളെ, അതായത് അമേദ്യ ജലാശയത്തിൽ നീന്തുന്ന ഒരാളെ കരക്കുള്ള ഒരാളെ കേട്ട് നിങ്ങളുടെ തലയിൽ ഇതാ കാക്ക തൂറിയിരിക്കുന്നു, കാക്ക കാഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു വർത്തമാനമായി പോയി ഈ ചങ്ങാതിയുടെ ഈ വർത്തമാനം. അതായത് അയാൾ ചാടി വന്നിട്ട് ചെറവറ ഫേസ്ബുക്ക് പോസ്റ്റാണ്, ചെറവറ വന്നിട്ട് ഗണേഷ് കുമാറിനെ വിമർശിക്കുകയാണ്. അയാൾക്ക് ഗണേഷ് കുമാറിനെ വിമർശിക്കാൻ അയാൾക്ക് എന്താണ് അർഹത എന്നുള്ളത് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ അയാൾ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് ചോദിക്കാനുള്ള അർഹത എന്താണ് എന്നുള്ളത് പറയാം. അതിനു മുൻപ് സനീഷെ, ചെറിയ ഒരു വെല്ലുവിളിയുണ്ട്, ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇന്നലെ സനീഷ് ഇളയെടുത്ത് എന്ന മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് കേട്ടു, ഗണേഷ് കുമാറിൻ്റെ പെണ്ണ് കേസിൽ അഭിപ്രായം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്ന്. അങ്ങനെയെങ്കിൽ ഭാര്യയും മുതിർന്ന കുട്ടിയുമുള്ള സനീഷ് അത്യാവശ്യം എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റൊരു സ്ത്രീയുടെ ഇൻബോക്സിൽ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്രം ആദ്യം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കാൻ. 1-2 അധ്യായത്തിനുള്ള കഥകളുണ്ട്. കൂടുതൽ നാറണോ എന്ന് സനീഷിന് തീരുമാനിക്കാം എന്ന് പറയുന്നത് നിയാസ് മലബാരിയാണ്. ഈ പറയുന്ന സനീഷ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? സനീഷിൻ്റെ ഈ പറയുന്ന സ്ത്രീകളുമായി നടത്തിയ ഇൻബോക്സ് ചാറ്റുകൾ അത് വേണമെങ്കിൽ നമ്മൾ പുറത്തുവിടാം. സനീഷിൻ്റെ ധാർമ്മികത കൂടി നമുക്കൊന്ന് അളക്കാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ തെറി വിളിക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ സതീഷിൻ്റെ യോഗ്യത എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് അളക്കേണ്ടതുണ്ടല്ലോ. യോഗ്യത അളക്കുമ്പോൾ എല്ലാവരുടേതും ഒന്ന് അളക്കാം. ഏത് AK ബാലനും ശ്രീമതിയും അളക്കുന്ന ആ അളവല്ല. ഏത് എണ്ണയിട്ട് തടവി ഉദ്ധരിപ്പിച്ചിട്ട് ബാലൻ തടവിയിട്ട് ഉദ്ധരിക്കാതെ വരുമ്പോൾ മറ്റാള് തടവി എണ്ണയിട്ട് ഉദ്ധരിപ്പിച്ചിട്ട് നീളം അളക്കുന്ന ആ അളപ്പല്ല ഞാൻ പറഞ്ഞത്. ധാർമ്മികത നമുക്കൊന്ന് അളക്കാം. സനീഷ് തയ്യാറുണ്ടോ? വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? വേണമെങ്കിൽ നമുക്കിതൊന്ന് അളന്ന് തിട്ടപ്പെടുത്താം. ഇൻബോക്സ് ചാറ്റുകൾ വേണമെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാം. ജനം തീരുമാനിക്കട്ടെ. അതിന് തയ്യാറുണ്ടോ സനീഷ്? അപ്പോൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നായിക്കോട്ടെ. ഇനി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണല്ലോ. അവിടെയും രാഹുൽ മാങ്കൂട്ടം പാപം ചെയ്തിട്ടില്ല. കാരണം പരാതികളിൽ പറയുന്നതൊക്കെ വിശ്വസിക്കാനാണെങ്കിൽ ഒരുപാട് പരാതികളിൽ പറയുന്ന കാര്യം വിശ്വസിക്കാനുണ്ട്. പരാതികളിൽ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണല്ലോ കോടതിയുള്ളത്. ഈ 3 പരാതികളിൽ തുപ്പി, അടിച്ചു, ക്രൂരത, മർദ്ദനം, പീഡനം, 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പീഡനം എന്നൊക്കെ കഴിഞ്ഞിട്ട് ഹോട്ടൽ മുറികളിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വിരിച്ച് കാത്തിരുന്നവർ, ഹോട്ടൽ മുറികളിൽ പായില്ലാലോ, ബെഡ് വിരിച്ച് കാത്തിരുന്നവർ, അവർ എന്തിനു വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ഹോട്ടൽ മുറികളിൽ കാത്തിരുന്നത്? എന്തിനു വേണ്ടിയാണ് വിദേശത്ത് കൊണ്ടുപോയി അവിടെ കൂടെ താമസിച്ച് പീഡിപ്പിക്കപ്പെടാൻ നിന്നുകൊടുത്തത് എന്ന് കോടതി ചോദിക്കുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യം വിശ്വസിക്കണോ? കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണോ? സനീഷ് തന്നെ പറ. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഒരു ആളാണല്ലോ. നിങ്ങളുടെ മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. മാധ്യമപ്രവർത്തകൻ എന്നാണല്ലോ അവകാശപ്പെടുന്നത്. മാധ്യമപ്രവർത്തകനായിരിക്കുന്ന സനീഷിനോട് ഞാൻ ചോദിക്കുന്നു, പരാതിയിൽ പറയുന്ന കാര്യമാണോ അതോ ആ പരാതി കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കിയ ശേഷം കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണോ പ്രസക്തിയുള്ളത്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് സനീഷ് അത് പറയണം. കാരണം സനീഷിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ആള് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലിയുണ്ടെന്ന് കരുതി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാവരുത്. കാരണം നിങ്ങൾ പരാതികളിൽ പറയുന്ന കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. പരാതി കോടതിയിലും എത്തി അല്ലേ? കോടതിയിലെത്തിയ പരാതി കണ്ടിട്ടും കേട്ടിട്ടും കോടതി ചോദിച്ചില്ലേ, എവിടെ ബലാത്സംഗം, എവിടെ പീഡനം, എവിടെ ക്രൂരത, എവിടെ തുപ്പല്, എവിടെ മർദ്ദിക്കല്? കോടതി ഒരു കാര്യം കൂടി ചോദിച്ചു, തുപ്പി എന്ന് പറയുന്നത് മുഖത്താണോ മറ്റെവിടെയെങ്കിലും ആണോ? അല്ലേ? കാരണം സ്വാഭാവികമായിട്ടും വ്യഭിചരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തുപ്പലൊക്കെ പതിവാണ്. അത് മുഖത്തല്ല എന്നുള്ളതല്ലേ കോടതി സൂചിപ്പിച്ചത്? അല്ലേ? കൃത്യമല്ലേ അത്? അപ്പോൾ എവിടെയാണ് സനീഷേ ഈ പറയുന്ന അക്രമം? എവിടെ ക്രൂരത? എവിടെ മർദ്ദനം? എവിടെ തുപ്പൽ? എവിടെ? ഇനി എൻ്റെ ഒരു കാര്യം
ഈ തുപ്പി മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന ആള് അത് കഴിഞ്ഞിട്ട് 6-ാം പക്കം വിഷുവിൻ്റെ അന്ന് വിഷുക്കൈ നീട്ടം കൊടുത്തത് തുപ്പിയത് കാരണമാണോ? തുപ്പിയതിനുള്ള പ്രതിഫലമാണോ വിഷുക്കൈ നീട്ടം കൊടുത്തത്? അല്ലെങ്കിൽ ഈ പറയുന്ന 3 മണിക്കൂർ സ്വർഗം കണ്ടതുകൊണ്ട് ആ സ്വർഗം കാണിച്ചു തന്ന വ്യക്തിയെ എല്ലാ കാലവും എക്കാലവും മരണം വരെ തൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പുറത്താണോ ഈ വിഷുക്കൈ നീട്ടം കൊടുത്തത്? സനീഷ് ഇതൊക്കെ ഒന്ന് പറയണം, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ? സനീഷ് ഇപ്പോൾ പരാതിയിലുള്ള കാര്യം പറഞ്ഞല്ലോ, എന്നാൽ ഈ പരാതിക്കാരികളോട് കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതെന്തേ സനീഷ് മറന്നുപോയത്? അതെന്തേ സനീഷിന് പറയാൻ കഴിയാത്തത്? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലോ, പരാതി കണ്ട രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പരാതിയിൽ പറയുന്ന കാര്യം കോടതിയോട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ വരുമ്പോഴാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നത്. പരാതിയിൽ പറയുന്ന കാര്യത്തിന് കോടതിക്ക് മുന്നിൽ തെളിവുകൾ വേണം അല്ലേ? അല്ലാതെ ആർക്കും എന്തും വിളിച്ചു പറയാനാണെങ്കിൽ അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും വിളിച്ചു പറയാലോ അല്ലേ? അപ്പോൾ ഈ പറയുന്ന കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി സനീഷിനുണ്ടോ? കോടതി ഒരു അൾട്ടിമേറ്റ്, ഒരു ലാസ്റ്റായിട്ട്, ഒരു അവസാനമായിട്ടുള്ള അതിൻ്റെ ഒരു വിധി പറഞ്ഞിട്ടില്ലെങ്കിലും ചില നിരീക്ഷണങ്ങളും ചില പരാമർശങ്ങളും ഒക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ സനീഷിനാവുമോ? അപ്പോൾ കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളത് സനീഷിനറിയാം. സനീഷിനറിയാഞ്ഞിട്ടല്ല, സനീഷ് ആ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം അത് പറഞ്ഞാൽ ഈ പരാതിയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അവിടെയാണ് ഈ പറയുന്ന വേശ്യാ മാധ്യമങ്ങളുടെ അജണ്ടകളുള്ളത്. മനസ്സിലായില്ലേ? പരാതി പൊക്കിപ്പിടിച്ച് വരുന്നവർ ഈ പരാതി കണ്ടിട്ട് കോടതി ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് വാചാലനാകാത്തത് എന്തുകൊണ്ടാ? അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്, പാപം ചെയ്യാത്തവനാണ്. അപ്പോൾ പാപം ചെയ്യാത്തവനാണെന്ന് കോടതി പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഗണേഷ് കുമാറിന് എത്ര വേണമെങ്കിലും കല്ലെറിയാമെന്ന് മാത്രമല്ല എറിഞ്ഞ് കൊല്ലുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് യാതൊരുവിധ കുറവും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനില്ല. സനീഷിന് ആ കുറവുണ്ട്. സനീഷിന് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ സനീഷ് ഒന്ന് യെസ് പറ, നമുക്ക് ആ വെല്ലുവിളി ഒന്ന് ഏറ്റെടുത്തിട്ട് ആ കളിയൊന്ന് പൂർത്തീകരിക്കാന്നേ. അപ്പോൾ സനീഷിന് ഈ പറയുന്ന പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന കൂട്ടത്തിൽ സനീഷ് പെടില്ല. അതാണ് എൻ്റെ പ്രശ്നം. അവിടെയാണ് കുറവുള്ള, വിരലില്ലാത്തതല്ല കൈ തന്നെ ഇല്ലാത്ത സനീഷാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരച്ചോ, പക്ഷേ രാഹുൽ എന്ത് സംസാരിക്കണം, രാഹുൽ എന്ത് പറയണം, അയാൾ എന്ത് ചോദിക്കണമെന്ന് തീരുമാനിക്കാൻ സതീശൻ്റെ വീട്ടിലെ സനീഷിനെ ഉണ്ടാക്കിയ സനീഷിൻ്റെ തന്തയുടെ ബാക്കിയല്ല രാഹുൽ മാങ്കൂട്ടം. മനസ്സിലായില്ലേ? സനീഷിനെ ഉണ്ടാക്കിയ സനീഷിൻ്റെ തന്തയുണ്ട്, ശരിയാണ് എന്ന് കരുതിയിട്ട് സനീഷിൻ്റെ തന്ത ഉണ്ടാക്കിയതല്ല രാഹുൽ മാങ്കൂട്ടത്തെ. അങ്ങനെ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ സനീഷിന് ഒരു രക്തബന്ധമൊക്കെ അവകാശപ്പെട്ടിട്ട് രാഹുൽ എന്ത് തീരുമാനിക്കണം, എന്ത് ചോദിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാമായിരുന്നു. ഇതങ്ങനെ അല്ലാത്തത് കൊണ്ട് സനീഷ് ആ തീരുമാനങ്ങൾ വീട്ടിലുള്ളവരോട് പോയി പറഞ്ഞാൽ മതി. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ഇനി സനീഷിന് അത്ര ഗഡ്സ് ഉണ്ടെങ്കിൽ സനീഷ് ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കുന്നേ, നമുക്കൊന്ന് കൊഴുപ്പിക്കാലോ. ഘട്ടം ഈ പറയുന്ന അമേത്യത്തിൻ്റെ ജലാശയത്തിൽ നീന്തി കുളിക്കുന്ന ആൾ ആരാണ് എന്ന് ജനം വിധി ചെയ്തിട്ടെ, ജനം പറയട്ടെ, ജനം തീരുമാനിക്കട്ടെ. തയ്യാറുണ്ടോ സനീഷേ? തയ്യാറുണ്ടോ? ഇത് ജനത്തിന് അറിയാം, നല്ല ബോധ്യമുണ്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആ വീഡിയോ എന്ന് പറയും. ഞാൻ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യിപ്പിക്കാൻ, നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഇന്നലെ പാലക്കാട് നടന്ന രംഗങ്ങളാണത്. ഇന്നലെ നടന്നത് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് തിരിച്ചെത്തിയ ശേഷം ഈ പറയുന്ന സ്മൈൽ ഭവന പദ്ധതിയിൽ വീടുകളുടെ താക്കോൽ കൈമാറ്റം നടത്തുന്ന വേദിയിലേക്ക് എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ചില രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. ആ സീനുകൾ കണ്ടാൽ സനീഷേ, നിനക്ക് ഈ പുറത്തിറങ്ങിയാൽ നിൻ്റെ കൂടെ ഇങ്ങനെ നിനക്ക് കൈതരാൻ, നിന്നെ സ്വീകരിക്കാൻ ഇതുപോലെ ആളുകൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അമേത്യത്തിൻ്റെ അമേത്യ ജലാശയത്തിൽ പച്ച മലയാളത്തിൽ പറയാം, തീട്ട ടാങ്കിൽ, കക്കൂസ് ടാങ്കിൽ നീന്തി കുളിക്കുന്നത് ആരാണെന്നുള്ളത് സനീഷ് തന്നെ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാന്നേ. ധൈര്യമുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്ക്.
ആ അത്ര മതി, ആ വെല്ലുവിളി ഒന്ന് ഏറ്റെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പേപ്പട്ടികളുടെ കുര ആവോളമായിക്കോ, കുഴപ്പമില്ല. ജനം അറിയട്ടല്ലേ ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകൾ പലതും പുറത്തേക്ക് വിടാനുണ്ട്. സൗകര്യമുണ്ടോ സനീഷിന് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേശ്യാമാധ്യമങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന കൂട്ടിക്കൊടുപ്പുകാരോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോ, നിങ്ങൾ വിമർശിച്ചോ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ രാഹുൽ എന്ത് പറയണം, രാഹുൽ എന്ത് ചോദിക്കണം, അയാൾ എവിടെ പോകണം, അയാൾ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ മാത്രം നീയൊന്നും എവിടെയും ആയിട്ടില്ലെന്ന് മാത്രമല്ല, നീയൊന്നും മൂത്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന ഗണേശൻ്റെ ധാർമ്മികത, ആ ധാർമ്മികതയെക്കുറിച്ച് സനീഷിന് എന്താ അഭിപ്രായം? ഗണേശൻ ചെയ്തത് ധാർമ്മികതയാണോ അധാർമികതയാണോ എന്നുള്ള കാര്യത്തിൽ സനീഷിന് സംശയമൊന്നുമില്ലല്ലോ. സനീഷ് പറയുന്നുണ്ടല്ലോ ആ കാര്യത്തിൽ ഗണേശൻ ചെയ്തതൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തത് കൊണ്ട് മാത്രം ആരും കുറ്റക്കാരനാവുന്നില്ല സനീഷേ. മനസ്സിലായില്ലേ? ഇവിടെ ഗണേശൻ്റെ കാര്യത്തിൽ ഗണേശൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്, ഗണേശൻ്റെ ഭാര്യ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ ഗണേശൻ്റെ വ്യഭിചാരം കയ്യോടെ കണ്ടു, അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ചതിന് അവരാക്രമിക്കാനും അവരെ വീട്ടുതടങ്കിൽ പാർപ്പിക്കാനും ഗണേശൻ ശ്രമിച്ചു. ഇതാണല്ലോ ആരോപണം. ഇതിൽ കഴമ്പില്ല എന്ന് സനീഷിന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇനി രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിൽ എന്താ അവസ്ഥ? പരാതികളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പരാതിക്കാരികൾക്കോ പ്രോസിക്യൂഷനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ കോടതിയിൽ ഈ നിമിഷം വരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടും അർഹനാണ്. കല്ലെറിയാൻ മാത്രമല്ല, ഗണേശനെ എറിഞ്ഞു കൊല്ലാനും രാഹുൽ മാങ്കൂട്ടം അർഹനാണ് സനീഷേ. എത്രയൊക്കെ മൂടി വെച്ചാലും എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും ചർച്ച ചെയ്യേണ്ടത് ജനം ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മുമ്പ്, കേരളത്തിലെ മാധ്യമങ്ങൾ 10-15 മാധ്യമങ്ങൾ, ന്യൂസ് ചാനലുകൾ, ഇവർ ഒരു 10-15 ആളുകൾ മാത്രമാണ്. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ആയിരങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളാരും മറക്കണ്ട. നിങ്ങൾ ഉണ്ടാക്കുന്നതിലും വലിയ ഓളവും ഇമ്പാക്റ്റും സോഷ്യൽ മീഡിയക്ക് ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിലും നിങ്ങൾക്കാർക്കും ഒരു തർക്കവും വേണ്ട.